നമസ്കാരം. 9-ാം വയസ്സിൽ സ്വന്തം വീട്ടിൽ നിന്ന് ഐസിസ് ഭീകരർ തട്ടിക്കൊണ്ടുപോയ ഫൗസിയ അമീൻ സിദോ എന്ന യസീദി പെൺകുട്ടിയുടെ ഒരു പതിറ്റാണ്ട് നീണ്ട തടവ് ജീവിതത്തിൻ്റെയും അതിജീവനത്തിൻ്റെയും കഥ കേട്ട് ഉറങ്ങിലിച്ചിരിക്കുകയാണ് ലോകം. ക്രൂരമായ ലൈംഗിക അടിമത്തത്തിനും ശാരീരിക പീഡനങ്ങൾക്കും ഇരയായി 10 വർഷം നരകയാതന അനുഭവിച്ച ഫൗസിയ ഡെയിലി മെയിലിന് നൽകിയ അഭിമുഖത്തിലാണ് തൻ്റെ ജീവിതം തകർത്ത ആ കറുത്ത നാളുകളെക്കുറിച്ച് വെളിപ്പെടുത്തിയത്. 2014 ഓഗസ്റ്റ് 3-നായിരുന്നു ഫൗസിയയുടെ ജീവിതം ഇരുളടഞ്ഞതാക്കി മാറ്റിയ ആ സംഭവം നടക്കുന്നത്. വടക്കൻ ഇറാഖിലെ സിൻജാറിലുള്ള വീട്ടിൽ വേനൽ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ കുടുംബത്തോടൊപ്പം വീടിൻ്റെ ടെറസിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്നു 9 വയസ്സുകാരിയായ ഫൗസിയ. അർദ്ധരാത്രിയിൽ പെട്ടെന്നാണ് ഐസിസ് ഭീകരർ ആ പ്രദേശം ആക്രമിച്ചത്. വെടിവെച്ച് കേട്ട് കുടുംബാംഗങ്ങളെല്ലാം താഴത്തെ നിലയിലേക്ക് ഓടിയിറങ്ങി. എന്നാൽ പരിഭ്രാന്തിക്കിടയിൽ ഏകദേശം 2 മണിക്കൂറോളം ഫൗസിയ വീടിന് മുകളിൽ ഒറ്റപ്പെട്ടുപോയി. എനിക്ക് ചുറ്റും വെടിയുണ്ടകൾ പാഞ്ഞു പോകുന്നുണ്ടായിരുന്നു. ആ മണിക്കൂറുകൾ ഒരിക്കലും അവസാനിക്കില്ലെന്ന് തോന്നുമാറുള്ള കടുത്ത ഭയമാണ് എനിക്ക് അനുഭവപ്പെട്ടതെന്നാണ് ഫൗസിയ ഓർത്തെടുക്കുന്നത്. അന്ന് രാത്രി ഭീകരർ തട്ടിക്കൊണ്ടുപോയ 6417 യസീദി സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന സംഘത്തിൽ ഫൗസിയയും കുടുംബവും ഉണ്ടായിരുന്നു. തുടർന്നുള്ള വർഷങ്ങളിൽ ഫൗസിയയെ സിറിയ, സൗദി അറേബ്യ, ഗാസ എന്നിവിടങ്ങളിൽ നിന്നുള്ള 5 വ്യത്യസ്ത പുരുഷന്മാർക്ക് വിൽക്കുകയും അവർ ഓരോരുത്തരും അവളെ ക്രൂരമായി പീഡിപ്പിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തു. അവരെ സംബന്ധിച്ചിടത്തോളം വികാരങ്ങളോ സ്വപ്നങ്ങളോ ഉള്ള ഒരു മനുഷ്യജീവി ആയിരുന്നില്ല ഞാൻ. അവർ എന്നെ കെട്ടിയിട്ട് മർദ്ദിക്കുകയും ബലാത്സംഗം ചെയ്യുകയും ചെയ്തു. ഷോക്ക് അടുപ്പിച്ചായിരുന്നു പലപ്പോഴും പീഡനമെന്നും ഫൗസിയ പറയുന്നു. അവസാനമായി അവളെ വാങ്ങിയത് അബു അമർ അൽ മഖ്ദിസി എന്ന 24-കാരനായ ഫലസ്തീനിയായിരുന്നു. അയാൾ അവളെ നിർബന്ധപൂർവ്വം വിവാഹം കഴിക്കുകയും ലൈംഗികമായി പീഡിപ്പിക്കുന്നതിനായി ശരീരഭാഗങ്ങൾ തളർത്തുന്ന ലഹരിമരുന്ന് നൽകുകയും ചെയ്തിരുന്നു. ഈ നരകയാതനകൾക്കിടയിൽ ഫൗസിയ 2 കുട്ടികൾക്ക് ജന്മം നൽകുകയും ചെയ്തു. അയാൾ രണ്ടാമതൊരു വിവാഹം കഴിച്ചതോടെ പീഡനങ്ങളുടെ ക്രൂരത വീണ്ടും വർദ്ധിച്ചു. ആ നാളുകളിൽ ഈ ലോകത്ത് ഒരു സ്ത്രീക്ക് സംഭവിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും മോശമായ കാര്യങ്ങളാണ് തനിക്ക് നേരിടേണ്ടി വന്നതെന്ന് ഫൗസിയ പറയുന്നു. എനിക്ക് എഴുന്നേറ്റ് നിന്നുകൊണ്ട് വരെ ഉറങ്ങേണ്ടി വന്നിട്ടുണ്ട്. ഇതിൻ്റെ ശാരീരികവും മാനസികവുമായ ആഘാതങ്ങൾ വളരെ ആഴത്തിലുള്ളതാണ്. അതെന്നെ ഇന്നും വേട്ടയാടുന്നുവെന്ന് അവർ പറയുന്നു. 2018-ൽ സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സ് ഐസിസിനെ പരാജയപ്പെടുത്തിയതോടെ മഖ്ദിസി കൊല്ലപ്പെടുകയും ഫൗസിയയും കുട്ടികളും അൽഹോൾ അഭയാർത്ഥി ക്യാമ്പിൽ എത്തുകയും ചെയ്തു. എന്നാൽ അവിടെ നിന്നും ഭീകരർ അവരെ തുരങ്ക വഴി തുർക്കിയിലേക്കും പിന്നീട് വ്യാജ പാസ്പോർട്ട് നൽകി ഗാസയിലേക്കും കടത്തുകയായിരുന്നു. ഗാസയിലെത്തിയ ഫൗസിയെ മഖ്ദിസിയുടെ ബന്ധുക്കൾ ഒരു അടിമയായ വീട്ടുജോലിക്കാരിയുടെ എന്ന പോലെയാണ് പെരുമാറിയത്. ജനലുകളില്ലാത്ത മുറിയിൽ മാസങ്ങളോളം തടവിലിട്ടു. 2023 ഒക്ടോബർ 7 ഇസ്രായേൽ ആക്രമണങ്ങൾക്ക് ശേഷം ഒരു അടിമയെ പോലെ ജോലി ചെയ്യാൻ തന്നെ ഗാസയിലെ പ്രധാന ആശുപത്രിയിലേക്ക് അയച്ചതായും ഫൗസിയ പറഞ്ഞു. ആശുപത്രികളെല്ലാം ഹമാസിന്റെ താവളങ്ങളായിട്ടാണ് ഉപയോഗിച്ചിരുന്നത്. അവിടെയെല്ലാം ആയുധങ്ങൾ ഉണ്ടായിരുന്നതായും ഫൗസിയ വെളിപ്പെടുത്തുന്നു. ഇതിനിടയിൽ പലവട്ടം താൻ ആത്മഹത്യക്ക് ശ്രമിച്ചതായും യുവതി പറയുന്നു. ഒടുവിൽ വർഷങ്ങൾ നീണ്ട പീഡനങ്ങൾക്കൊടുവിൽ എങ്ങനെയോ ഒരു ഫോൺ കൈക്കലാക്കാൻ അവർക്ക് സാധിച്ചു. തുടർന്ന് തൻ്റെ ദുരവസ്ഥ വിവരിച്ചുകൊണ്ട് അവർ രഹസ്യമായി ഒരു ടിക്ടോക്ക് വീഡിയോ റെക്കോർഡ് ചെയ്തു. ആദ്യ സമയം പരാജയപ്പെട്ടെങ്കിലും രണ്ടാമത്തെ ശ്രമത്തിൽ ആളുകൾ ഇത് വിശ്വസിച്ചു. തുടർന്ന് ഇസ്രായേൽ രഹസ്യാന്വേഷണ വിഭാഗവും US അധികൃതരും സംയുക്തമായി നടത്തിയ അതിസാഹസികമായ സൈനിക നീക്കത്തിലൂടെയാണ് ഫൗസിയെ ഗാസയിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്. മൊസൂളിൽ തിരിച്ചെത്തിയ ഫൗസിയ തൻ്റെ അമ്മയും ബന്ധുക്കളെയും കെട്ടിപ്പിടിച്ചു കരഞ്ഞു. എന്നാൽ ഈ മടങ്ങിവരവ് കാണാൻ അവളുടെ പിതാവ് ഉണ്ടായിരുന്നില്ല. മകളുമായുള്ള വേർപാടിന് വേദന താങ്ങാനാവാതെ മോചനത്തിന് 2 മാസം മുമ്പ് അദ്ദേഹം ഹൃദയാഘാതം മൂലം മരണപ്പെട്ടിരുന്നു. ഫൗസിയയുടെ സഹോദരൻ നിലവിൽ അമ്മയ്ക്കൊപ്പമാണ്. നിലവിൽ ജർമ്മനിയിൽ പ്രത്യേക സംരക്ഷണത്തിൽ കഴിയുകയാണ് ഫൗസിയ. ജർമ്മനിയിൽ വെച്ച് തൻ്റെ കുടുംബവുമായി ഒന്നിക്കാനുള്ള അനുമതിക്കായി കാത്തിരിക്കുകയാണ് ഈ യുവതി ഇപ്പോൾ. ഫൗസിയയുടെ കുട്ടികൾക്ക് എന്ത് സംഭവിച്ചു എന്നത് ഇപ്പോഴും അജ്ഞാതമാണ്.